അവൾ 3 പെൺകുഞ്ഞുങ്ങളെ ഈ വെള്ളക്കുഴി കിടക്കുന്ന അവളൊന്ന് രക്ഷപ്പെട്ടോട്ടെ. നമുക്കൊന്നും കൊടുത്ത് സഹായിക്കാനില്ല. അവൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്നൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ്സ് അറിയിക്കുക. ഞാൻ 2-3 ദിവസത്തിന് മുൻപായിട്ട് എന്റെ ചാനലിലൂടെ സുതിമോള് ചേച്ചിയെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സുതിമോള് ചേച്ചി ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എങ്കിൽ കൂടി ഞാൻ പറയാം. ഒരു ചിരി ഇരുചിരി വമ്പർ ചിരി എന്ന പ്രോഗ്രാമിലൂടെ ജനഹൃദയങ്ങൾ കീഴടക്കിയ ഒരു വ്യക്തിയാണ് സുതിമോൾ ചേച്ചി. ചേച്ചിയുടെ വീഡിയോ ചെയ്യുന്നവരുടെ എല്ലാവരുടെയും വീഡിയോയുടെ അടിയിൽ വന്ന് ഒരു പറ്റം ആളുകൾ ചില കമന്റ്സുകൾ എഴുതുന്നത് കാണാൻ ഇടയായി. ഈ ഒരു കമന്റ്സ് സുതിമോൾ ചേച്ചിയുടെ ജീവിതത്തെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുതിമോൾ ചേച്ചിക്ക് സ്വന്തമായിട്ട് ഭൂമിയും വീടും ഒക്കെ ഉണ്ടെന്നാണ് അവർ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഇച്ചായനും ഇച്ചായത്തെയും എന്ന ചാനലിലൂടെ സുതിമോൾ ചേച്ചി പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. എന്റെ അമ്മച്ചിക്ക് ക്യാൻസർ ആയിരുന്നു. ഒത്തിരി അസുഖങ്ങളുള്ള ആളാണ്. എപ്പോഴും ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിരിക്കും. മെഡിക്കൽ കോളേജിൽ എപ്പോഴും അഡ്മിറ്റും കാര്യങ്ങളാണ്. അപ്പൊ എന്റെ നാത്തൂന്റെ ആങ്ങളുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ കുഞ്ഞു കൊച്ചുങ്ങളാണ്. അവർക്ക് എപ്പോഴും നമ്മുടെ ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ പറ്റത്തില്ല. അപ്പൊ അമ്മ തന്നെ അവിടെ എന്നെ വിളിച്ച് പറയിച്ചൊന്ന് വരാവോ. അപ്പൊ ഞാൻ ഈ കൊച്ചുങ്ങളെ എടുത്തോണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഓടണം, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. ഈ ഓട്ടം ഞാൻ എന്റെ ഇപ്പൊ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചേട്ടന്റെ വീട്ടിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ആ സമയത്ത് ഇച്ചിരി ദിവസം മാറി നിൽക്കാന്ന് വിചാരിച്ച് അപ്പൊ അമ്മയോട് ഞങ്ങൾ പറഞ്ഞു, അമ്മ ഒരു വാടക വീട് എടുക്കുക, നമുക്ക് ഞാൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ നോക്കിയെടുത്തൊരു വാടക വീടാണ് ഇപ്പൊ എന്റെ സ്വന്തം വീട്ടിലെ സ്ഥലം വരെ ആയത്. സുതിമോൾ ചേച്ചിയുടെ അമ്മ ഒരു ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു. ക്യാൻസർ പേഷ്യന്റ് ആയ അമ്മയെ ചികിത്സിപ്പിക്കാൻ കൊണ്ടുപോകുവാനായിട്ടും അമ്മയെ നോക്കാനൊക്കെ ആയിട്ട് സുതിമോളും അവരുടെ ഫാമിലിയും കോട്ടയത്തുള്ള അമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവർക്ക് താമസിക്കാൻ സൗകര്യത്തിന് അവരവിടെ ഒരു വാടക വീട് എടുക്കുകയുണ്ടായി. ആ വീട്ടിലാണ് അവർ താമസിച്ചിരുന്നത്. ആ വീടാണ് അവരുടെ സ്വന്തമായിട്ടുള്ള പുരയിടം എന്നും സ്വന്തമായിട്ടുള്ള വീടെന്നും അവകാശപ്പെട്ടുകൊണ്ടാണ് ഒരു പറ്റം ആളുകൾ ഇപ്പോൾ ഈ വീഡിയോയുടെ എല്ലാം അടിയിൽ വന്ന് കമന്റ് എഴുതുന്നത്. ഇതിനെക്കുറിച്ച് സുതിമോൾ ചേച്ചി പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അതിനുശേഷം അവർക്ക് കൊടുക്കാനുള്ള മറുപടി എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. 1,40,000 രൂപ ഈ കെ.വി. ചാക്കോ എന്ന് പറയുന്ന പുള്ളിക്ക് കൊടുത്തിട്ട് ഞങ്ങളത് വാങ്ങിക്കോളാന്നുള്ള രീതിയൊക്കെ സെറ്റ് ചെയ്ത് വന്നതായിരുന്നു. അപ്പം നമ്മൾ ആധാരം എഴുതുന്ന കാര്യത്തിന് ചെല്ലുമല്ലോ. ആ സമയത്താണ് ഞങ്ങൾ അറിയുന്നത് ഈ സ്ഥലം നോ ട്രാൻസ്ഫറേഷൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അങ്ങനെയാണ് കിടക്കുന്ന ഈ സ്ഥലം. വേറെ ആർക്കും പുറത്തുനിന്ന് ഒരാൾക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ സ്ഥലം വരെ എനിക്കില്ലെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, തമ്പുരാനും അറിയാം. അത് മറച്ചു വെച്ചുകൊണ്ട് ഞാൻ രക്ഷപ്പെടുമെന്ന് പേടിച്ചിട്ട് ഓരോ സാധനം ഇടുന്നത് എനിക്ക് മനസ്സിലാകും. നിങ്ങളൊരു കാര്യം ചിന്തിക്കട്ടെ. എന്നാന്ന് ചോദിച്ചാ നിങ്ങൾ ഒത്തിരി ചിന്തിക്കരുത്. അവൾ 3 പെൺകുഞ്ഞുങ്ങളെ ഈ വെള്ളക്കുഴി കിടക്കുന്ന അവളൊന്ന് രക്ഷപ്പെട്ടോട്ടെ. നമുക്കൊന്നും കൊടുത്ത് സഹായിക്കാനില്ല. അവൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്നൊരു ഇതാണ് സിന്ധു ചേച്ചി മനസ്സിലാക്കേണ്ടത്. ഇത്രയധികം വേദനയോട് കൂടി ആ ചേച്ചി ഇങ്ങനെ നിങ്ങളോടൊക്കെ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ വെള്ളക്കെട്ടിനകത്ത് ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് അവരും അവരുടെ കുടുംബവും ജീവിക്കണം എന്നുണ്ടെങ്കിൽ എത്ര കഷ്ടപ്പാടിലൂടെയാണ് അവർ പോകുന്നതെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവർക്ക് സ്വന്തമായിട്ടൊരു വീടോ പുരയിടോ ഉണ്ടെങ്കിൽ ഈ ചെളിക്കുണ്ടിൽ വന്ന് ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് കിടക്കേണ്ട ആവശ്യം അവർക്കില്ല. എന്തിനാണ് നിങ്ങൾ വെറുതെ ഒരു സഹായിക്കാനായിട്ട്, ഇപ്പൊ സുതിമോളെ സഹായിക്കാനായിട്ട് കുറെ ആളുകൾ വരുന്നുണ്ട്, അവരെ എല്ലാം പിന്തിരിപ്പിച്ച് വിടുന്ന രീതിയിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നെഗറ്റീവ് കമന്റ് എഴുതി വിടുന്നത്? അവരെങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് പൊയ്ക്കോട്ടെ, ആ ചെളിക്കുണ്ടിൽ നിന്ന് അവരൊന്ന് കയറിക്കോട്ടെ. അങ്ങനെയല്ലേ നിങ്ങളൊക്കെ ചിന്തിക്കേണ്ടത്? നിങ്ങളൊക്കെ ചിന്തിച്ചു നോക്കൂ. നമ്മുടെ എല്ലാം വീടുകളിൽ കന്നുകാലികളെ വളർത്തുന്നുണ്ടാവും. ഈ കന്നുകാലികള് വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഷെഡിന്റെ അത്ര പോലും ബലമില്ല അവരാ താമസിക്കുന്ന ചെളിക്കുണ്ടിലെ ആ വീടിന്. ഒരു മഴ പെയ്യുമ്പോൾ ഇന്ന് നമ്മളെല്ലാവരും റീൽസ് ഒക്കെ ഇട്ട് നല്ല സ്റ്റാറ്റസ് ഒക്കെ വെച്ച് ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് നമ്മൾ നമ്മുടെ സന്തോഷ പ്രകടനങ്ങൾ കാഴ്ചവെക്കാറുണ്ട്. പക്ഷേ ഒരു കനത്ത മഴ പെയ്തു കഴിഞ്ഞാൽ സുതിമോളുടെ വീട്ടിലുള്ളവരുടെ ഹൃദയത്തിൽ തീയാണ് കത്തുന്നത്. എന്തെന്നാല് ഒരു വർഷത്തിലെ എല്ലാ സമയത്തും വെള്ളമാണ് അവരുടെ വീടിന്റെ മുറ്റത്ത്. ആ വെള്ളം എപ്പോഴവരുടെ വീടിന്റെ അകത്തേക്ക് കയറുമെന്ന് ഭയന്നുകൊണ്ടാണ് അവർ ഉറങ്ങുന്നത്. അവർ ഉറങ്ങുന്നത് പോലും ഇല്ല. അത്രയേറെ കഷ്ടപ്പാടിൽ കൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളവരുടെയൊക്കെ വീഡിയോയുടെ അടിയിൽ വന്ന് അവരെക്കുറിച്ച് അവർക്ക് നല്ലതിനു വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ വീഡിയോയുടെ അടിയിൽ വന്ന് ഇങ്ങനെ നെഗറ്റീവ് കമന്റ് എഴുതാൻ നിങ്ങൾക്കൊന്നും നാണമില്ലേ? അങ്ങനെ തന്നെ ചോദിക്കണം.
എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും അവർ വലിയ മണിമാളിക വേണമെന്നൊന്നും ആവശ്യപ്പെടുന്നില്ല. അവർക്ക് വെള്ളക്കെട്ടില്ലാത്ത തന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു അസുഖവും വരാത്ത രീതിയിൽ സംരക്ഷിച്ച് നിർത്തുന്ന രീതിയിലുള്ള ഒരു കൊച്ചു വീട് വെക്കാനുള്ള 3-4 സെന്റ് പുരയിടം അവർക്ക് വാങ്ങണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അവരെ സഹായിക്കാനായിട്ട് വരുന്ന അനേകം സ്വമനസ്സുകൾ ഉണ്ടെങ്കിൽ അവരെ പിന്തിരിപ്പിച്ച് വിടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് ദൈവത്തെ ഓർത്ത് എഴുതാതിരിക്കുക. അവരെങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടു പോയിക്കോട്ടെ. ഒരു കാലഘട്ടത്തില് ചിലപ്പോൾ സുധിമോള് ചേച്ചിയുടെ ചെറുപ്പ കാലഘട്ടത്തില് നിങ്ങളുടെയൊക്കെ മുമ്പിൽ വന്ന് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ചിലപ്പോൾ ഒന്ന് നിന്നോ യായിക്കോ ചോദിക്കോ ചെയ്തിട്ടുണ്ടാവും. എന്ന് പറഞ്ഞ് ജീവിതകാലം മുഴുവൻ നിങ്ങളുടെയൊക്കെ അടിമയെ പോലെ അവർ ജീവിക്കണമെന്നാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത്? അവരൊന്ന് രക്ഷപ്പെട്ടു പോയിക്കോട്ടെ. അവരെങ്ങനെയെങ്കിലും ഒരു കൂര വെച്ച് കയറിക്കോട്ടെ. നിങ്ങളൊക്കെ ഒരു മനുഷ്യരല്ലേ? ഇന്നത്തെ കാലത്ത് ഏത് മനുഷ്യരുണ്ട് ഈ ഒരു അവസ്ഥയിലൂടെ ജീവിക്കുന്നത്? ആരും ജീവിക്കത്തില്ല. ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ അവർ ആ വെള്ളക്കെട്ടിൽ വന്ന് കിടക്കുമോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇല്ലാത്ത കാര്യം പറഞ്ഞ് ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ദൈവത്തിന്റെ മുമ്പിൽ ഒരു സമയത്ത് നിങ്ങൾ കണക്ക് പറയേണ്ടതായിട്ട് വരും. നിങ്ങൾക്കും കുഞ്ഞുങ്ങളും കുടുംബവും മക്കളും ഒക്കെ ഉള്ളവരായിരിക്കും. ഇന്നത്തെ സുഖവും ആനന്ദവും ഒന്നും നാളെ നമുക്കെല്ലാവർക്കും ഉണ്ടാകണമെന്നുമില്ല. ആ ഒരു കാര്യം നിങ്ങൾക്ക് എപ്പോഴും ബോധ്യമുണ്ടാകണം. അപ്പോൾ സുധിമോള് ചേച്ചി, നിങ്ങൾ നന്നായിട്ട് ഉയർന്നു വരിക. നിങ്ങൾക്ക് നല്ലൊരു വീട് വെക്കാൻ കഴിയട്ടെ, നല്ലൊരു വസ്തു വാങ്ങാൻ കഴിയട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ ബൈ ബൈ.